ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. സ്കൂൾ സമയക്രമത്തിൽ മാറ്റം. ഹൈസ്കൂളുകളിൽ അരമണിക്കൂർ അധികം പഠനം. തിരുവനന്തപുരം മെട്രോ പദ്ധതി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം. മഴ നേരത്തെ എത്തി എങ്കിലും ജൂണിൽ പെയ്തത് കുറവ്. അടുത്ത ദിവസങ്ങളിൽ ശക്തമാവും. കണ്ണൂർ നഗരപാത വികസനം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് അനുമതി. വി കെ സനോജ് യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാനായി ചുമതലയേറ്റു. തിരഞ്ഞെടുപ്പ് ഇനിയും വരും. വെൽഫെയർ ബന്ധം വഴി UDF സ്വയം കുഴികുഴിക്കുന്നു. വിമർശനവുമായി താമരശ്ശേരി രൂപത. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ 8 മുതൽ 10 വരെയുള്ള ക്ലാസുകളുടെ സമയക്രമത്തിൽ മാറ്റവുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ്. ഹൈസ്കൂൾ വിഭാഗത്തിലെ പുതുക്കിയ സമയപ്രകാരം 9:45 മുതൽ 4:15 വരെയാണ് പ്രവർത്തനം. ഇതോടെ വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും പ്രവൃത്തി സമയത്തിൽ അരമണിക്കൂറിന്റെ വർധനയുണ്ടാകും. സർക്കാർ എയ്ഡഡ്, അംഗീകൃത, അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് പുതിയ സമയക്രമം ബാധകമാകും. UP വിഭാഗത്തിന് ആഴ്ചയിൽ 6 പ്രവൃത്തി ദിനം, തുടർച്ചയായി വരാത്ത 2 ശനിയാഴ്ചകളും ഹൈസ്കൂൾ വിഭാഗത്തിന് ആഴ്ചയിൽ 6 പ്രവൃത്തി ദിനം, തുടർച്ചയായി വരാത്ത 6 ശനിയാഴ്ചകളും പ്രവൃത്തി ദിനമായിരിക്കും. 1 മുതൽ 4 വരെ ക്ലാസുകാർക്ക് ഈ അധ്യയന വർഷം അധിക പ്രവൃത്തി ദിനങ്ങൾ ഇല്ല. കാലവർഷം ചെറിയ ഇടവേളയിട്ട് തിരിച്ചു വരികയാണ്. നാളെ കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ടാണ്. 13-ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 14-ന് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട്. 15-ന് എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട്. ഈ സമയത്ത് 24 മണിക്കൂറിൽ 115.6 mm മുതൽ 204.4 mm വരെ മഴ പെയ്തിറങ്ങാം. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറ് നിന്നും വടക്കു പടിഞ്ഞാറ് നിന്നുമുള്ള കാറ്റ് തീവ്ര വേഗത്തിലാവും. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് ചേർന്നുള്ള ഒഡീഷയുടെ വടക്കൻ തീരം, ബംഗാൾ എന്നിവയുടെ മുകളിലായി ചക്രവാത ചുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. ശനിയാഴ്ച മുതൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് ശക്തി പ്രാപിക്കും. 14 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. ജൂൺ 14 മുതൽ 16 വരെ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും ജൂൺ 11 മുതൽ 17 വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പ്. കേരളം ഉൾപ്പെടെയുള്ള കർണാടക, ഗോവ, മഹാരാഷ്ട്ര തുടങ്ങി പശ്ചിമ തീരത്ത് ഇനിയുള്ള 7-8 ദിവസം പരക്കെ മഴ ലഭിക്കും. തിരുവനന്തപുരം മെട്രോ റെയിൽ അലൈൻമെന്റ് ചർച്ച ചെയ്യാൻ സമിതി. തിരുവനന്തപുരം മെട്രോ റെയിൽ അലൈൻമെന്റ് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സമിതി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുകയും നിർദ്ദേശം സമർപ്പിക്കുകയും ചെയ്യും. റവന്യൂ, ധനകാര്യം, തദ്ദേശ സ്വയംഭരണം, ട്രാൻസ്പോർട്ട് വകുപ്പ് സെക്രട്ടറിമാർ അടങ്ങുന്നതായിരിക്കും സമിതി. തരൂർ പങ്കുവച്ച കുറിപ്പിലെ ആൾട്ടർനേറ്റ് അലൈൻമെന്റ് 6-ൽ പറയുന്നത് പ്രകാരം ആദ്യ ഇടനാഴി കഴക്കൂട്ടം മുതൽ പാപ്പനംകോട് വരെയാണ്. ഇതിൽ ഉള്ളൂർ മുതൽ കരമന വരെ 10 കിലോമീറ്റർ സമ്പൂർണ്ണ ഭൂഗർഭ പാതയായിരിക്കും. 6,775 കോടി രൂപയാണ് ഇതിന് ചെലവ്. രണ്ടാം ഇടനാഴി കഴക്കൂട്ടം മുതൽ കിള്ളിപ്പാലം വരെ ആയിരിക്കും. കഴക്കൂട്ടം മുതൽ ആക്കുളം വരെ 6.5 കിലോമീറ്ററും ഈഞ്ചക്കൽ മുതൽ കിളിപ്പാലം വരെയും ഭൂഗർഭ പാതയായിരിക്കും. 5,775 കോടിയാണ് നിർമ്മാണ ചെലവ്. മൂന്നാം ഇടനാഴി പാലം മുതൽ സിവിൽ സ്റ്റേഷൻ വരെ ആയിരിക്കും. ഇതിൽ 6 കിലോമീറ്റർ വരെ ഭൂഗർഭ പാതയായിരിക്കും. 2,700 കോടിയായിരിക്കും ഇതിന്റെ നിർമ്മാണ ചിലവ്. മ്യൂസിയം, വെളയമ്പലം, കവടിയാർ, പേരൂർക്കട, സിവിൽ സ്റ്റേഷൻ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ അലൈൻമെന്റ്. കണ്ണൂർ നഗരപാത വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്ന വള്ളപട്ടണം മന്ന ചാല ജംഗ്ഷൻ റോഡിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വ്യവസ്ഥയ്ക്കു വിധേയമായി 2013-ലെ LARR നിയമപ്രകാരം മുന്നോട്ടു പോകാൻ സർക്കാർ അനുമതി നൽകി. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്ന റോഡുകൾക്കായി കണ്ടെത്തിയ 4.748 ഹെക്ടർ ഭൂമിയിൽ നെൽവയൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് 2008-ലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ടിലെയും ബന്ധപ്പെട്ട ചട്ടങ്ങളിലെയും നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ പരിവർത്തനം ചെയ്യാവൂ എന്ന വ്യവസ്ഥയ്ക്കു വിധേയമായി 2013-ലെ LARR നിയമപ്രകാരം ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ അനുമതി നൽകിയത്. കണ്ണൂരിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി നഗരത്തിലൂടെ കടന്നുപോകുന്ന 11 റോഡുകൾ വീതി കൂട്ടി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന കണ്ണൂർ സിറ്റി റോഡ് പദ്ധതിക്കായി 738 കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് വളപട്ടണം.
മഞ്ഞ ചാല ജംഗ്ഷൻ റോഡ് സാങ്കേതിക നടപടികൾ വേഗത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, KV സുമേഷ് MLA, ജില്ലാ കളക്ടർ അരുൺ K വിജയൻ എന്നിവർ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. പദ്ധതി പ്രവർത്തികൾ വേഗത്തിലാക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പദ്ധതിക്കായി ജില്ലയിലെ വിവിധ വില്ലേജുകളിൽ നിന്നും ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സെന്റർ ഫോർ സോഷ്യോ എക്കണോമിക്സ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് കൊച്ചി നടത്തിയ സാമൂഹ്യാഘാത പഠനം റിപ്പോർട്ട്, ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അനുമതി. സാമൂഹ്യാഘാത പഠനം വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ വിദഗ്ധ സമിതി രൂപീകരിച്ചിരുന്നു. പിന്നീട് വളപട്ടണം മഞ്ഞ ചാല ജംഗ്ഷൻ റോഡുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രത്യാഘാത പഠന റിപ്പോർട്ട് വിലയിരുത്തുന്നതിനായി വളപട്ടണം ചിറക്കൽ പഞ്ചായത്ത് പ്രതിനിധികളെ കൂടി വിദഗ്ധ സമിതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. സമിതിയുടെ ശുപാർശയും സാമൂഹ്യാഘാത പഠന റിപ്പോർട്ടും ജില്ലാ കളക്ടർ പരിശോധിച്ച് ശുപാർശ സഹിതം സർക്കാരിലേക്ക് സമർപ്പിക്കുകയായിരുന്നു. 2013 LARR നിയമത്തിലെ സെക്ഷൻ 5 പ്രകാരം ബന്ധിക്കപ്പെടുന്ന കുടുംബങ്ങളുടെ ആവലാതികൾ കേൾക്കുന്നതിന് പബ്ലിക് ഹിയറിംഗും നടത്തിയിരുന്നു. പ്രപ്പോസൽ വിശദമായി പരിശോധിച്ച് ആക്ടിലെ നിർദ്ദേശങ്ങൾ തൃപ്തികരമാണെന്ന് കണ്ടതിനാലാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടരാമെന്ന കാര്യം സർക്കാർ തീരുമാനിച്ചത്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കാനുള്ള UDFന്റെ തീരുമാനം കേരളത്തിന്റെ മതേതര ജനാധിപത്യ പാരമ്പര്യത്തിനു നേർക്കുള്ള തുറന്ന വെല്ലുവിളിയാണെന്ന് താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ്. വോട്ടിനു വേണ്ടി മതതീവ്രതയെ മാന്യതയാക്കുന്ന ഇത്തരം തന്ത്രങ്ങൾ ജനാധിപത്യ സംസ്കാരത്തിന് അപമാനമാണെന്നും കത്തോലിക്ക കോൺഗ്രസ് ആരോപിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ തീവ്ര മതരാഷ്ട്ര ആദർശവും അജണ്ടകളുമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ രൂപവുമായി ചേർന്ന് വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയം കളിക്കുന്നതിലൂടെ മതേതരത്വം, പൊതുനന്മ, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവ ബലി കൊടുക്കുന്ന നടപടിയാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നതെന്നും കത്തോലിക്ക കോൺഗ്രസ് അറിയിച്ചു. ഇടതുപക്ഷത്തിന്റെ PDP ബാന്ധവത്തിന്റെ പേരിൽ UDFന്റെ വെൽഫെയർ സഖ്യത്തെ വെള്ളപൂശുന്നതുമായി ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കുകയാണ്. ഒരു കാലത്ത് മതേതരത്വത്തിന്റെ മുഖമായിരുന്ന കോൺഗ്രസ് പാർട്ടി താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിനായി തത്വധിഷ്ഠിതമായ എല്ലാ മൂല്യങ്ങളും കൈവിടുന്നത് അവസരവാദ രാഷ്ട്രീയത്തിന് തെളിവാണ്. വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന് വോട്ട് നേടാനുള്ള തന്ത്രം ദുർവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കും. ഒരു വശത്ത് മതവർഗീയതയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുകയും മറുവശത്ത് മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മുന്നണികളുടെ സമീപനം രാഷ്ട്രീയ ആത്മഹത്യയാണ്. നിലമ്പൂരിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പുള്ളത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മതേതര വോട്ടർമാർ ഈ തീവ്രവാദ പ്രീണന രാഷ്ട്രീയത്തിന് ചുട്ട മറുപടി നൽകുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. ജനാധിപത്യത്തിൽ വോട്ട് പ്രധാനമാണ്. എന്നാൽ വോട്ടിനു വേണ്ടി ആത്മാഭിമാനവും മതേതര മൂല്യങ്ങളും ബലികഴിക്കുന്ന അവസ്ഥ ഒരു പാർട്ടിക്കും ഗുണം ചെയ്യില്ല. കോൺഗ്രസ് മുന്നണിയും ഇടതുപക്ഷ മുന്നണിയും ഇത്തരം നീക്കങ്ങളിൽ നിന്നും പിന്തിരിയണം. മതേതരത്വത്തിന്റെ മുഖം മൂടിയിട്ട് മതമൗലികവാദികളുടെ കൈപിടിക്കുന്നവരുടെ കാപ്പട്യം തുറന്നു കാട്ടേണ്ടത് നിലമ്പൂരിലെ ജനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മിപ്പിക്കുന്നുവെന്നും കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാനായി VK സനോജ് ചുമതലയേറ്റു. S സതീഷ് ആയിരുന്നു നിലവിലെ വൈസ് ചെയർമാൻ. യുവജനക്ഷേമ ബോർഡ് അംഗമായിരുന്ന സനോജ് DYFI സംസ്ഥാന സെക്രട്ടറിയാണ്. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയാണ്. പൂക്കളെ കുറിച്ച് പുസ്തകമെഴുതിയ സ്വരാജ് നിയമസഭയിൽ എത്തിയാൽ നിയമസഭയിലാകെ പൂക്കൾ വിരിയും. വിജയാശംസകളുമായി M മുകുന്ദൻ. M സ്വരാജിനായി കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് പിന്തുണയുമായി ദിവസവും രംഗത്തെത്തുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് മുഴുവൻ സ്വരാജിനെ നെഞ്ചേറ്റിക്കഴിഞ്ഞു. നവകേരളത്തിന്റെ കുതിപ്പിന് മുതൽക്കൂട്ടാകാൻ ഏറ്റവും അനുയോജ്യനായ രാഷ്ട്രീയക്കാരനാണ് സ്വരാജ് എന്ന് കേരളം പറയുകയാണ്. ഇപ്പോഴിതാ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ M മുകുന്ദൻ M സ്വരാജിനായി വിജയാശംസകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പൂക്കളെ കുറിച്ച് പുസ്തകമെഴുതിയ സ്വരാജ് നിയമസഭയിൽ വന്നാൽ നിയമസഭയിലാകെ പൂക്കൾ വിരിയുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയത്തിലെ യൗവനത്തിന്റെ പ്രതീകമാണ് സ്വരാജ്. പ്രായം ചെന്നവർക്കും പരിചയസമ്പന്നർക്കും ഒപ്പം നമുക്ക് യുവാക്കളെയും വേണം. അതുകൊണ്ട് സ്വരാജിനെ നമുക്ക് നിയമസഭയിൽ എത്തിക്കണം. നിലമ്പൂരിലെ സമ്മതിദായകർക്ക് വീണുകിട്ടിയ ഒരവസരമാണിതെന്നും ഈ സന്ദർഭം പാഴാക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു.
എം സ്വരാജ് നിലമ്പൂരിൽ മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. സ്വരാജ് എൻ്റെ യുവ സുഹൃത്താണ്, അനുജനാണ്. നിലമ്പൂരിൽ മത്സരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ മാത്രമല്ല സന്തോഷിച്ചത്, നാടാകെ സന്തോഷിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. സ്വരാജിനെ നിയമസഭ കാത്തു നിൽക്കുകയാണ്. ഇതിനു മുൻപ് തന്നെ അവിടെ എത്തേണ്ടതായിരുന്നു. കുറച്ചു വൈകിട്ടാണെങ്കിലും സ്വരാജ് അവിടെ എത്തുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. സ്വരാജ് വളരെ വ്യത്യസ്തനായ യുവ നേതാവാണ്. സ്വരാജ് കേരളത്തിലെ പൂക്കളെപ്പറ്റി ഒരു പുസ്തകം എഴുതി. വളരെ മനോഹരമായ ഒരു പുസ്തകമാണത്. പൂവുകളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രം എഴുതാൻ കഴിയുന്ന ഒരു പുസ്തകം. അതിന്റെ പിന്നിൽ വലിയ ഒരു അധ്വാനമുണ്ട്. പൂക്കളെക്കുറിച്ച് പുസ്തകം എഴുതിയ സ്വരാജ് നിയമസഭയിൽ വന്നാൽ നിയമസഭയാകെ പൂക്കൾ വിരിയും, സംശയമില്ല. അതുകൊണ്ട് ഈ യുവ നേതാവിനെ നമുക്ക് നിയമസഭയിൽ എത്തിക്കണം. നമ്മുടെ രാഷ്ട്രീയത്തിലെ യൗവനത്തിന്റെ പ്രതീകമാണ് സ്വരാജ്. പ്രായം ചെന്നവർക്കും പരിചയസമ്പന്നർക്കും ഒപ്പം നമുക്ക് യുവാക്കളെയും വേണം. കേരളം യൗവനത്തിന്റെ നാടായി മാറുകയാണ്. കൂടുതലായി യുവ നേതാക്കളെ നമുക്ക് ആവശ്യമുണ്ട്. സ്വരാജിന്റെ മറ്റൊരു പ്രത്യേകത ഒന്നാന്തരം വായനക്കാരനാണ് എന്നുള്ളതാണ്. പ്രഭാഷകനാണ്. രാഷ്ട്രീയവും സാഹിത്യവും സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിത്വമാണ് സ്വരാജിൻ്റെത്. TMS തുടങ്ങി വെച്ച പാരമ്പര്യമാണത്. അതിന്റെ തുടർച്ച കൂടിയാണ് സ്വരാജ്. അദ്ദേഹം വലിയൊരു മനുഷ്യസ്നേഹിയും നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുമാണ്. ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. നിലമ്പൂരിലെ സമ്മതിദായകർക്ക് വീണു കിട്ടിയ ഒരവസരമാണിത്. ഈ സന്ദർഭം പാഴാക്കരുത്, അദ്ദേഹം പറഞ്ഞു. കൂടാളി ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. 5 വർഷത്തിനുള്ളിൽ ലൈഫ് PMRY അതിദരിദ്ര പട്ടികയിലും ഉൾപ്പെട്ട വീട് പൂർത്തിയായ ആളുകളുടെയും വീടിനു വേണ്ടി എഗ്രിമെന്റും വെച്ച മുഴുവൻ ആളുകളുടെയും സംഗമവും താക്കോൽദാന ചടങ്ങും പഞ്ചായത്ത് ഹാളിൽ നടന്നു. അതിദരിദ്രരുടെ പട്ടികയിൽ വീടും ഭൂമിയും ഇല്ലാത്ത 3 പേർക്ക് വീടും 2 പേർക്ക് ഉപജീവന മാർഗത്തിനുള്ള ഉപാധികളും കണ്ടെത്താൻ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. 128 ലൈഫ് ഗുണഭോക്താക്കളും അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ട 24 പേരും ചടങ്ങിൽ പങ്കെടുത്തു. സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P പത്മനാഭൻ, ബ്ലോക്ക് മെമ്പർ KC രാജശ്രീ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ M വസന്ത ടീച്ചർ, K ദിവാകരൻ PC, ശ്രീകല ടീച്ചർ തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ E സജീവൻ, CH വത്സമാഷ്, RK സന്തോഷ് കുമാർ, KM വിജയൻ മാസ്റ്റർ, KV പുരുഷോത്തമൻ എന്നിവരും സംസാരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി KV ഷംന സ്വാഗതവും CDS ചെയർപേഴ്സൺ K അനുപമ നന്ദിയും രേഖപ്പെടുത്തി. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.